നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ഇടമെന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴ. രക്തസാക്ഷി മണ്ഡപങ്ങളുള്ള അത്തരത്തിൽ വളരെ പ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഇടമാണ് ആലപ്പുഴ. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 2019 വിജയി അല്ലെങ്കിൽ സിറ്റിംഗ് MLA എന്ന് പറയപ്പെടുന്ന AM ആരിഫാണ്. ആരിഫിൻ്റെ വിജയസാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഇടതുമുന്നണി. കൂടാതെ KC വേണുഗോപാലിനെയാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, ഇങ്ങനെ ഒരു സംഘടനയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ജനറൽ സെക്രട്ടറി അടക്കം കേരളത്തിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാനുള്ള സാധ്യതകൾ തേടുകയാണ് കോൺഗ്രസ്. മറ്റൊന്ന്, തീപ്പൊരി പ്രാസംഗിക കൂടിയായിട്ടുള്ള BJPയുടെ അനിഷേധ്യയായ നേതാവ് ശോഭാ സുരേന്ദ്രനെ അടക്കമാണ് ആലപ്പുഴയിൽ മത്സരത്തിലെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ മണ്ണ് ചുവന്നതാണ് എന്നും ആ ചുവപ്പിൽ ഇടതുമുന്നണി മാത്രമാണ് വിജയിക്കുക എന്നും മാത്രമല്ല ഇടതുമുന്നണിയെ പലപ്പോഴും കടപുഴകി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ വിജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് കോൺഗ്രസിനും CPMനും മാത്രമാണ് വിജയമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു മത്സരമാണ് 2019 വരെ അല്ലെങ്കിൽ 2024 വരെ നടന്നിട്ടുള്ളതെങ്കിൽ 2024 ശോഭാ സുരേന്ദ്രനെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ അപ്പോഴും CPMും കോൺഗ്രസും കരുതിയിരുന്നത് നേർക്കുനേർ മത്സരിക്കാൻ പോകുന്നത് ഈ KC വേണുഗോപാലും ആരിഫും തമ്മിലാണ്. പക്ഷേ കളം മാറി ശോഭാ സുരേന്ദ്രൻ തരംഗമായി മാറിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ആലപ്പുഴയിലുണ്ട്. എന്താണ് ആലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ വിശകലനം. ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷികളുടെ മണ്ണാണ്, കമ്മ്യൂണിസത്തിൻ്റെ വേരോട്ടം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ്. മാത്രമല്ല ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് CPM അവകാശപ്പെടുന്ന VS അച്യുതാനന്ദൻ്റെ മണ്ണാണ്. അങ്ങനെയൊക്കെ ഉള്ള വളരെ വലിയ പ്രത്യേകതകളുള്ള മണ്ണാണെങ്കിൽ കൂടിയും അതേ ജനകീയ നേതാവിനെ തോൽപ്പിച്ച മണ്ഡലം കൂടിയാണ് മാരാരിക്കുളം. അതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇടമാണ് ഈ പറയുന്ന ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് പറയാൻ ഒരുപാട് കഥകൾ അത്തരത്തിലുണ്ട്. ആലപ്പുഴയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രത്യേകതയുള്ള മണ്ഡലമാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളും കൈവിട്ട് പോയപ്പോഴും CPMന് ആകെ കിട്ടിയ ഒരു മണ്ഡലമാണ് മണ്ഡലമാണ്. ഈ അരൂരും ചേർത്തലയും മാരാരിക്കുളവും കൂടാതെ ആലപ്പുഴയും അമ്പലപ്പുഴയും കുട്ടനാടും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തവണയും അവർ അതിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ വെക്കുന്നത്. പക്ഷേ ഇത്തവണ അല്ല, അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷ വെച്ചാൽ AM ആരിഫ് അവിടെ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും സംശയമില്ല. ആ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുവാൻ കോൺഗ്രസിനും BJPക്കും കഴിഞ്ഞാൽ AM ആരിഫിന് അത് പണിയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടുത്തെ ഒരു രാഷ്ട്രീയ വിശകലനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ AM ആരിഫ് 2019-24 വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയത്? ലോക്സഭ MP എന്നുള്ളതിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, KC വേണുഗോപാൽ മുൻപ് പലവട്ടം 2019 മത്സരിച്ചിട്ടില്ല, പക്ഷേ അതിനു മുമ്പ് പലവട്ടം മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, ആലപ്പുഴയുടെ MP ആയിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയപ്പെടുന്നത് പരാജയപ്പെടുമെന്ന് അദ്ദേഹം എവിടെയോ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഒരു സംഘടനയെ മുഴുവൻ സ്വന്തം കയ്യിൽ, അതാണല്ലോ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. ഈ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ് KC വേണുഗോപാൽ. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ചില വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് KC വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം ഈ കോൺഗ്രസിനെ ഈ ഇന്നത്തെ ഒരു ഇത്രയും നിലവാരം കുറഞ്ഞ് തകർന്നു പോയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് KC വേണുഗോപാലും ഈ രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലി മാറ്റിയിരുന്നുവെങ്കിൽ പക്ഷേ ഇത്രത്തോളം നാശം ഈ കോൺഗ്രസ് ഉണ്ടാവില്ലായിരുന്നു. ശശി തരൂർ, ഞാൻ അതാണ് പറയുന്നത്, ശശി തരൂരിനെ പോലൊരു മുഖത്തിനെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു AICCയുടെ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതൊക്കെ മാറിയനെ കുറെ കൂടെ മാറ്റം, ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമേ. പകരം മല്ലികാർജുൻ ഖാർഗെ, അതായത് മാഡവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള റബ്ബർ സ്റ്റാമ്പാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവർക്ക് അടുപ്പമുള്ള ഒരാളാണ്. കോൺഗ്രസ് ഒരുതരം കുടുംബ രാഷ്ട്രീയം നടത്തി ആ പാർട്ടിയെ തുലയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ വീണ്ടും അത് വേണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അനിൽ ആന്റണി BJPയിലേക്ക് വരുമ്പോഴും
അതുപോലെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് വരുമ്പോഴും ഒക്കെ ഇവർ ഞങ്ങളുടെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, അപ്പൂപ്പൻ കോൺഗ്രസ് ആയിരുന്നു, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇവർ കോൺഗ്രസിൽ തന്നെ തുടരണമെന്ന് ശഠിക്കുകയാണ് ചെയ്യുന്നത്. അത് കുടുംബാധിപത്യത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. അവർക്ക് അവരുടെ സ്വന്തമായ രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അവസ്ഥയില്ലാതാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറയുന്നു എൻ്റെ മക്കളാരും പോവില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് കുടുംബാധിപത്യം തന്നെയാണ് കോൺഗ്രസിനെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയും തെളിയിക്കുകയും ചെയ്യും. സ്വന്തം സഹോദരിയെ തള്ളി പറയുന്ന മുരളീധരൻ, മകനെ തള്ളി പറയുന്ന അച്ഛൻ AK ആന്റണി, ഇതൊക്കെയാണ് അവിടുത്തെ പതിവ് കാഴ്ച. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബാധിപത്യം, അതായത് നെഹ്റു കുടുംബത്തിന്റെ കൈപ്പിടിയിലാണ് ഈ കുടുംബം. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഒരു കുടുംബത്തിന്റെ കുത്തകയായി മാറിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ കോൺഗ്രസിനെ നശിപ്പിച്ചത്. അതിപ്പോഴും മനസ്സിലാക്കാൻ പോലും കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ പാർട്ടിയെ ഈ തരത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വ്യക്തിയാണ് ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം വിജയസാധ്യത ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ ആരിഫിനെയും KC വേണുഗോപാലിനെ മാറ്റിയാൽ അടുത്തെത്തുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ശോഭയാണ്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലം പ്രതീക്ഷിക്കുകയും ആറ്റിങ്ങൽ മണ്ഡലം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അവരെ എന്തുകൊണ്ടോ അറിയാം, BJP-ക്ക് ഉള്ളിൽ തന്നെ നടത്തുന്ന ചില വെട്ടിനിരത്തലുകളുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതിപ്പോൾ BJP-യിലുമുണ്ട്. കാരണം അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ ഇത് കൂടുതലായി ഉണ്ടാകും. കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കേരള രാഷ്ട്രീയത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ CPM-ൽ അതുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണം ലഭിക്കുന്ന, മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം കിട്ടുന്ന ഒരു പാർട്ടിയായി BJP മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അധികാര രാഷ്ട്രീയത്തോട് അടുപ്പം കൂടുന്നു. അപ്പോൾ അവിടെ ഈ വെട്ടിനിർത്തലുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുരളീധരൻ വെട്ടിനിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു ആരോപണമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ സ്ഥാനാർത്ഥി വളരെ അപ്രതീക്ഷിതമായി ആലപ്പുഴയിലെത്തുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. KC വേണുഗോപാൽ അവിടെ മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ ഒരു നിയോഗമാണ്, നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്. ശരി, ശോഭാ സുരേന്ദ്രന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ ഇട്ടാലും, അതായത് കഴിഞ്ഞ കുറെ നാളുകളായി ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോഴും അതിന് തക്കൊരു നേതാവ് അല്ലെങ്കിൽ അത്ര ശക്തിയായി സംസാരിക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയം പറയുകയും കൃത്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതിന് പകരം BJP-യിലേക്ക് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ബദലാകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ഇരട്ടി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരെയും സംഘടനയുമായി ബന്ധമുള്ളവരെയും പറയുന്നു. പക്ഷേ എവിടെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ശരിയാണ്. വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്ന, വളരെ ഒരു സ്ത്രീയുടെ ഏറ്റവും കൂടുതൽ ബലം കാണിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് അവർ ദാരിദ്ര്യം അനുഭവിച്ചും കഷ്ടപ്പാട് അനുഭവിച്ചും ഒക്കെ തന്നെ വന്നതാണ് എന്നാണ്. ഒരു പക്ഷേ അവരനുഭവിച്ച, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളായിരിക്കാം അവരെ അത്ര സ്ട്രോങ് ആയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുക എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും എവിടെ അവരെ ഇട്ടാലും അവർ കഴിഞ്ഞ പ്രാവശ്യം 1.5 ലക്ഷം വോട്ടാണ്. അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ ഗിരിജകുമാരി എന്ന് പറയുന്ന CPM-ൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി 90,000 വോട്ട് നേടിയെടുത്താണ് അവർ 2.5 ലക്ഷത്തിലേറെ വോട്ടുകൾ കഴിഞ്ഞ തവണ അവിടെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആ വോട്ട് ബാങ്ക് തന്നെയാണ് ഈ ഇത്തവണ മറ്റ് ചില മത്സരങ്ങൾക്കോ അല്ലെങ്കിൽ അവിടേക്ക് ആ ഒരു സീറ്റിലേക്ക് കൂടുതൽ ആൾക്കാർ ആ സീറ്റ് വേണമെന്ന് ശഠിക്കാനും ഈ മുരളീധരൻ അടക്കമുള്ളവർ അവിടേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആഗ്രഹിച്ചത് അവിടെ ഇത്രയും സാധ്യത ഉണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ട്. അതെ, അപ്പോൾ അവിടെ ശോഭ 2.5 ലക്ഷം വോട്ടിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ 1 ലക്ഷം വോട്ട് കിട്ടിയാൽ വിജയിക്കുമെന്നുള്ളൊരു കണക്കൂട്ടലാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ വി മുരളീധരനെ സാധിക്കുന്നുണ്ടാവും, ആയിരിക്കാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയാണ് ഓൾറെഡി. അദ്ദേഹം 2.5 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എന്തായാലും ശോഭാ സുരേന്ദ്രനേക്കാൾ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കേണ്ടതായി ഉണ്ട്, കാഴ്ചവെക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം 2.5 വർഷമേ ശോഭാ സുരേന്ദ്രനെ പെട്ടെന്ന് ഇതേപോലെ തന്നെ പാലക്കാട് സീറ്റ് നിഷേധിക്കപ്പെടുകയും, അത് മാത്രമല്ല 2019 അവസ്ഥയല്ല 2024 മാറിയിട്ടുണ്ട്. ആൾക്കാരുടെ മാനസികാവസ്ഥയിലും BJP-യോടുള്ള വളർച്ച കൂടുതലായിട്ടുണ്ട്. മോദിയോടുള്ള സ്നേഹം ജനങ്ങൾ കൂടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന വോട്ടായി മാറുന്നുണ്ട്. ആ നിഷ്പക്ഷ വോട്ടുകൾ മുരളീധരന്റെ ഗുണം ചെയ്തെടുക്കാം. മുരളീധരൻ ജയിക്കാൻ ചെയ്തില്ലെങ്കിൽ അവിടെ മുരളീധരൻ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായി. ആറ്റിങ്ങൽ മുരളീധരന് നല്ല റെസ്പോൺസുണ്ട്, നല്ല പ്രവർത്തനമുണ്ട്. തിരുവനന്തപുരത്തെ പോലും പ്രവർത്തകരടക്കമുള്ളവർ ആറ്റിങ്ങലിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആറ്റിങ്ങൽ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ. വി മുരളീധരൻ വളരെ പ്രത്യേകിച്ച് സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ പറ്റിയ ഒരാൾ കൂടിയാണ്. വി മുരളീധരനാണ് സംഘടന എന്ന രീതിയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പല മുരളിയേട്ടനോടുള്ള ആ ജനങ്ങൾക്ക് മുരളിയേട്ടൻ എന്ന് പറയുമ്പോൾ BJP പ്രവർത്തകർക്കുള്ള ഒരു അടുപ്പം
ഒരു സംഘടനാ പെർസ്പെക്റ്റീവിൽ അദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള ഒരു ടീം അങ്ങ് വന്നു ചേർന്നു എന്നുള്ളത് ഒരു പക്ഷേ ഇവിടുത്തെ നേതൃത്വത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷെ അവർ എണ്ണയിട്ട യന്ത്രം പോലെ വളരെ ഭംഗിയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രവർത്തകർ വർഷങ്ങൾ കൊണ്ട് ABVPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ വേരുകളുള്ള ഒരാളാണ് വി മുരളീധരൻ. അതുകൊണ്ട് ജയിക്കേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് വി മുരളീധരൻ. അതിലൊരു ജയിക്കാനുള്ള സാധ്യതകളുള്ള സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ എന്തായാലും ശോഭാ സുരേന്ദ്രനെക്കാട്ടിൽ നില മെച്ചപ്പെടുത്തുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ശരി, അത് ആറ്റിങ്ങലിലെ ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ശോഭ പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് കിട്ടിയില്ല, എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സീറ്റ് ലഭിക്കുന്നു. ആ സീറ്റ് ലഭിക്കുമ്പോൾ പാലക്കാടും ഇതുപോലെ തന്നെ അവസ്ഥ വന്നപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലേക്ക് നിയോഗിക്കപ്പെട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ശോഭയെ ആറ്റിങ്ങൽ, പക്ഷെ ശോഭ വളരെ പെട്ടെന്ന്, അത് എനിക്ക് ഏറ്റവും അവസാനം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അപ്പോഴും ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് കളം പിടിക്കുകയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ മുന്നേറുകയും ചെയ്ത ഒരാളാണ് ശോഭ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും രണ്ടാം ഘട്ടത്തിലാണ് ശോഭാ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചത്. ശോഭാ സുരേന്ദ്രൻ അവിടെ കളം നിറഞ്ഞു നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ ഈ AM ആരിഫ് ജയിക്കുമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പരമ്പരാഗത വോട്ട് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാജീവ് ചന്ദ്രശേഖരെ പോലെ ശോഭാ സുരേന്ദ്രൻ മികച്ചു നിൽക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ 20 BJPയുടെ സ്ഥാനാർത്ഥികൾ ഇത്രയും അഗ്രസീവായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതെ, കാരണം അവർ മറുപടി കൊടുക്കാൻ തയ്യാറാണ്. അതെ, ആർക്കാണെങ്കിലും. അവിടെ നമുക്കറിയാം ആലപ്പുഴയിൽ സ്വത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ആരോപണം, കഴിഞ്ഞ ദിവസം ഇവർ വിജയിക്കുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട്. അവർ പറഞ്ഞത് ശശി തരൂരിനെ പോലെ പബ്ലിക് പോളിസിയുമായി ബന്ധപ്പെട്ട് 4 സർവകലാശാലകൾ ജോലിക്ക് വിളിച്ചൊരു മകൻ എനിക്കുണ്ട്, ആ മകൻ ഉണ്ടാക്കി തന്ന സ്വത്താണെന്നാണ്. അവർ 2 മക്കളെ പറ്റി അവർ അഭിമാനത്തോടെ പറയുന്നുണ്ട്. അവരനുഭവിച്ച ദുരിതങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് ഈ ഷാഫി പറമ്പിലിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം പറയുന്ന പോലെ ഒരു അകൽച്ച, ജനങ്ങൾക്കൊരു അകൽച്ച അവരോട് തോന്നിയിട്ടില്ല. അവിടെയാണ് ആ വ്യത്യാസം. അതെ, മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത, അവർ ആരുടെ കൂടെയും ഫൈറ്റ് ചെയ്യും. സ്ത്രീകളാണെന്നോ പുരുഷന്മാരാണെന്നോ വ്യത്യാസം, ആരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അതുകൊണ്ടാണ് ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത AM ആരിഫിനെയും KC വേണുഗോപാലിനെയും പോലെ കരുത്തരായിട്ടുള്ള നേതാക്കൾക്കിടയിലേക്ക് അവർ ഇറങ്ങി ചെല്ലുന്നു. ഈ ആദ്യം ശ്രീല പറഞ്ഞ പോലെ 1ാം ഘട്ടത്തിലെ 2ാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ കൂടി ആ 1ാം ഘട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാനിക്കുമ്പോൾ ശോഭയാണ് ഒന്നാമത്. അതെ, അപ്പോൾ ശോഭയ്ക്ക് അങ്ങനെ ഒന്നാമതെത്താൻ കഴിയുക, ആ ശോഭ ഒന്നാമതെത്തിയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു. ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ. അവിടെ ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, സാധാരണഗതിയിൽ ഈ വെള്ളാപ്പള്ളി നടേശനും BDJS വെള്ളാപ്പള്ളി നടേശനും 2 തട്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ തവണ ശോഭയുടെ ഇലക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് പ്രീതി നടേശൻ. അത് തന്നെ ഒരു വ്യക്തമായ സന്ദേശമാണ്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരുടെ ഭാര്യ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും പ്രീതി നടേശൻ. ഇത്തവണ ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു വോട്ട് ചെയ്യാനുള്ള ബാധ്യതയെങ്കിലും അവർക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും BDJS BJPയോടൊപ്പം നിൽക്കുകയും ഇതൊരു വ്യക്തമായ സന്ദേശം കൂടി ഒരു പക്ഷേ നൽകുന്നുണ്ട്. കാരണം AM ആരിഫ് ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും SNDPക്ക് അത്ര ഇഷ്ടമുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് AM ആരിഫിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുണ്ടാകാം SNDPക്ക്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ കൂടി ആ രംഗത്തേക്ക് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോയി കാണുന്നു, ഭാര്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, BDJS അവരോടൊപ്പം ഉറച്ചു നിൽക്കുന്നു, ഏറ്റവും കൂടുതൽ അതുപോലെ വോട്ടുള്ള മണ്ഡലം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ നോക്കുമ്പോൾ ശോഭയ്ക്ക് വിജയ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും വിജയ സാധ്യതയുണ്ട്. പക്ഷേ മനോരമ ഇപ്പോൾ ചില സർവേകളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ മനോരമയുടെ സർവേയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു സർവേ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സർവേ ആണെന്ന് തോന്നുന്നു. ആരൊക്കെ ജയിക്കും? ഇപ്പോൾ ശശി തരൂരിനെ 1%, 2% വോട്ട് കൊടുത്ത് മുന്നിൽ നിർത്തുന്നു. അങ്ങനെ പല മണ്ഡലങ്ങളിലും, അതായത് അതൊരു അഭിപ്രായ ഐക്യം രൂപീകരിക്കൽ കൂടിയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും വോട്ട് ചെയ്യില്ല, നിങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുള്ള ഒരു അഭിപ്രായ ഐക്യം രൂപീകരിക്കൽ പോലെ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ എന്തായാലും കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്നത് കോൺഗ്രസിന് ഇത്തവണ കിട്ടില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ നില മെച്ചപ്പെടുത്തുക. CPM എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും പല മണ്ഡലങ്ങളിലും നില മെച്ചപ്പെടും. അത് കോൺഗ്രസിന്റെ കയ്യിൽ പോകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല BJPയുടെ സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട് അതിൽ നിർണായകമാണ്. ആ വോട്ട് പിടിച്ചു മാറ്റുന്നത് എപ്പോഴും വളരെ കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഈ ആലപ്പുഴയിലേക്ക് എത്തപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് KC വേണുഗോപാലും എന്തുകൊണ്ടാണ് AM ആരിഫും ശോഭയേക്കാൾ മുകളിലെത്താൻ കഴിയാതായി പോകുന്നത്?
വളരെ പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം വളരെ പെട്ടെന്ന് ജനങ്ങളോട് ഇഴുകിച്ചേരുന്നത് എവിടെയാണ്. മറ്റുള്ള രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും എന്ത് സംഭവമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ സാധാരണക്കാരിയാണ് എന്ന് പറഞ്ഞ് അവരോടൊപ്പം ചേർന്ന് ആലപ്പുഴയിലെ ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നിട്ടുണ്ട്. ആലപ്പുഴയുടെ ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധങ്ങളും അങ്ങനത്തെ വിഷയങ്ങളും തീവ്രവാദ പ്രശ്നങ്ങളും ഒക്കെ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്, അത് ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. SDPIയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുന്നത് ശോഭയ്ക്കത് വലിയ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അതുകൂടാതെ ഇടതുപക്ഷത്ത് നോക്കിയാൽ ഇത്തവണ കായംകുളത്തെ ഒരു വലിയ പ്രശ്നബാധിതമായ അതിലേക്കാണ് ഞാനും ഇതായത് വലിയൊരു പൊട്ടിത്തെറി CPM കാരണം CPM വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അവിടെ വിജയിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് CPM-കാരാണ്. കാരണം CPM-ലെ വിഭാഗീയത ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. G. സുധാകരനുമായി ബന്ധപ്പെട്ടിട്ട് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ H. സലാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ G. സുധാകരൻ സ്വീകരിച്ചിട്ടുള്ള നടപടികളും അതിനുശേഷം അന്വേഷണ കമ്മീഷൻ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നു. പാർട്ടി അന്വേഷണത്തിൽ തെറ്റ് കണ്ടെത്തപ്പെടുന്നു. G. സുധാകരനെ തരം താഴ്ത്തുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു. G. സുധാകരനെ സ്ഥാനാർത്ഥിത്വം പോലും കൽപ്പിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. G. സുധാകരൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ എത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് ആ പാർട്ടിക്കറിയാം. പക്ഷേ ചില ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് പെരുമാറാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ളവർ അവിടെ തോമസ് ഐസക്കും G. സുധാകരനും തമ്മിലുള്ള ഈ പറയുന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പലപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-ൽ നടക്കുന്ന ഈ വിഭാഗീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോഴാണ് വിഭാഗീയതയുടെ മുഖം വളരെ പൂർണ്ണമായിട്ട് എല്ലാവരും കണ്ടിരുന്നത് എന്നും അന്നേരമാണ് വിഭാഗീയത പൂർണ്ണമായിട്ടുമാണ്. VS അച്യുതാനന്ദൻ എപ്പോഴും പിണറായിക്കെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുമായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുമ്പോൾ തന്നെ അതിന് അനുകൂലമായിട്ട് ഒരു അന്ന് വിഭാഗീയത ഉണ്ടാകാൻ കാരണം ഒരു പക്ഷേ VS-നോട് മറുത്ത് പറയാൻ പറ്റുന്ന ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്ന് VS-നോട് അല്ല പിണറായിയോട് മറുത്ത് പറയാൻ അന്ന് വിഭാഗീയത ഉണ്ടായിരുന്നത്. പിണറായിയോട് മറുത്ത് പറയാൻ ഇപ്പോഴത്തെ VS ഉണ്ടായിരുന്നു. ഇന്ന് ആരുമില്ല. ഇന്ന് പിണറായി എന്ന ഒറ്റ ബിംബത്തിലേക്ക് കാര്യങ്ങൾ തിരുത്താൻ അവിടെ ഒരു തിരുത്തൽ ശക്തിയായി VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും പലതും ചെയ്തിരുന്നുവെങ്കിൽ കൂടി അങ്ങനെ ആരെങ്കിലും ഉയർന്നു വന്നാൽ ഇപ്പോൾ ജയരാജൻ അടക്കമുള്ളവരെ ഒതുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ KK ശൈലജയെ ഒതുക്കിയതുപോലെ ജയരാജനെ ഒതുക്കിയത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ ജയരാജനെ ഇതേപോലെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവിടെ വരുമ്പോൾ ആരെങ്കിലും വ്യക്തിപൂജ വേണ്ട എന്ന് പറയുകയും സ്വന്തം, അതായത് മറ്റു വ്യക്തികളെ ആരെയും പൂജിക്കരുത്, വ്യക്തിപൂജ എന്ന് പറയുന്നത് എന്നെ മാത്രം പൂജിക്കലാണെന്ന് ആ വിശ്വാസത്തിലേക്കാണ് ആൾക്ക് CPM-ലെ അണികളെ കൊണ്ടുവരിക, സഖാക്കളെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് പിണറായി നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വിഭാഗീയത പൂർണ്ണമായിട്ടുമുണ്ട്. ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ആ വിഭാഗീയത, എങ്കിൽ കൂടി വളരെ കൂടുതലാണ് ആലപ്പുഴയിൽ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പ്രസന്നകുമാരി രാജിവെക്കുന്നത്. ആ സ്ഥിതിവിശേഷം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞു. മാത്രമല്ല പ്രസന്നകുമാരിയുടെ മകൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. 19 വയസ്സിൽ തന്നെ ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കിയെന്നും ആ കേസിൽ വെറുതെ വിട്ടെങ്കിൽ പോലും ആ കേസ് CPM തന്നെ ആസൂത്രണം ചെയ്താണെന്നും സത്യൻ എന്ന് പറയുന്ന RSS-കാരൻ, പിന്നീട് കോൺഗ്രസിലെത്തിയ RSS-കാരൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ടാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പറയുകയാണ്. പാനൂരെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ആ വിഷയം അങ്ങോട്ട് തണുത്തില്ല. അതിനു മുമ്പാണ് അടുത്ത കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കായംകുളത്ത് ഏരിയ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങളുണ്ട്. തൻ്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം, ആ വിഷയത്തിലേക്ക് വലിയ രീതിയിൽ ഇത്രയും വർഷം അമ്മയും മകനും ഒക്കെ ഇത്രയും പല സ്ഥാനങ്ങളിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാൻ വഴിയില്ല. വളരെ കൃത്യമായി തന്നെ അതും കത്ത് രൂപത്തിൽ അത് പുറത്തു വരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കായംകുളത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പാർട്ടിയുടെ അടിവേരിളക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതായത് CPM-ന്റെ പരാജയ കാരണങ്ങളിൽ ചിലത് എന്ന് പറയപ്പെടുന്നത് അതിലൊന്നാണ് ആദ്യത്തെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതുണ്ട്. രണ്ടാമത് പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പാർട്ടി എടുത്ത നിലപാടുകൾ പറഞ്ഞു. മൂന്നാമത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൊലപാതക രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ളത് CPM തന്നെയാണ് എന്ന് CPM-കാരൻ തന്നെ പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഈ ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇത്തവണ മറ്റൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറച്ച് ബുദ്ധിപരമായ നീക്കം CPM നടത്തിയിട്ടുണ്ട്. അത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും
തോമസ് ഐസക്കിന്റെ വിഷയം വന്നപ്പോഴും കോടതിയിലേക്ക് പോവുകയല്ലാതെ ഇതൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധങ്ങളാക്കിയിട്ടില്ല. അതായത് മകളുമായി ബന്ധപ്പെട്ടുണ്ടായ മാസപ്പടി വിവാദത്തിൽ SFI അന്വേഷണം വന്നതിൽ ശേഷം പാർട്ടി വീണയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും ഒരുപക്ഷെ ഇവർ സഖ്യത്തിലായതുകൊണ്ടായിരിക്കാം വലതുപക്ഷവും ഈ ആരോപണങ്ങൾ പിണറായി വിജയൻ്റെ അഴിമതി അഴിമതി ചൂണ്ടിക്കാട്ടുന്നില്ല, വീണ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നില്ല, കരുവന്നൂരെ വിഷയം ചൂണ്ടിക്കാട്ടുന്നില്ല. ഇവർക്കെല്ലാം ഒരൊറ്റ കോമൺ ശത്രു ഉള്ളത് BJP എന്ന രീതിയിലേക്ക് NDA എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വന്നിരിക്കുന്നു. NDA സ്ഥാനാർത്ഥികൾക്കെതിരെ മാത്രമേ ഇവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ ആരോപണം, ഇപ്പോൾ അനിൽ ആന്റണിയുടെ വിഷയമാണെങ്കിലും എല്ലാം ആകെ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ഈ വിഷയം വളരെ സീരിയസ് ആയി. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അദ്ദേഹം ഉന്നയിക്കുന്നുള്ളൂ. ആദ്യം മുതൽ തന്നെ അദ്ദേഹം വളരെ മാന്യമായ ഒരു രാഷ്ട്രീയ ഒരു ആരോപണവും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ പ്രതിരോധിക്കുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കോൺഗ്രസും CPM-ഉം അവർക്ക് ഒറ്റ കോമൺ ശത്രുവുള്ളൂ. ഇപ്പോൾ അനിൽ ആന്റണി ഒന്ന് ഉയർന്നു വരുമ്പോൾ അനിൽ ആന്റണിയെ തകർക്കാൻ വേണ്ടി 10 വർഷങ്ങൾക്ക് മുമ്പത്തെ സംഭവം എടുത്തിട്ടുണ്ട്. ഒന്നിനും മിണ്ടാത്ത, ജീവിതത്തിൽ ഒരിക്കലും പ്രതികരിക്കാത്ത PJ കുര്യൻ, ഒരു വിഷയങ്ങളിലും പ്രതികരിക്കാത്ത PJ കുര്യൻ ദല്ലാൽ നന്ദകുമാറിന്റെ സപ്പോർട്ടുമായി വരുന്നു. അപ്പോൾ ആ കോൺഗ്രസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമാ തോമസിന് അറിയാം. ഉമാ തോമസിനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഉമാ തോമസിന്റെ ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റാണ് വളരെ രസകരമായ ബൈറ്റ്. നന്ദപ്പൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് അത്ര പ്രിയപ്പെട്ട ആളായിരുന്നു അന്ന് VS അച്യുതാനന്ദന്റെ മാനസപുത്രനായിരുന്ന ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുമ്പോൾ ഈ അഴിമതിയുടെ ത്രെഡ് എവിടേക്കൊക്കെയാണ് ഒരുമിച്ച് നീണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഞാൻ നന്ദപ്പൻ ഞാൻ അന്തം വിട്ടുപോയി. നന്ദപ്പനെ കുറിച്ച് പറയുന്ന കേട്ടിട്ട് അന്തം വിട്ടുപോയ ആൾക്കാരാണ് നമ്മളെല്ലാം സത്യത്തിൽ. ആ ബൈറ്റ് എന്ന് സത്യത്തിൽ പ്ലേ ചെയ്തൊന്നുകൂടി കാണേണ്ടതാണ്. ആ ബൈറ്റ് അത്രയേറെ PT തോമസ് അഴിമതി രഹിത ഒരു മുഖമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പോലും നന്ദപ്പൻ അത്ര പ്രിയങ്കരനായിരുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ പ്രശംസിക്കുന്നത്. പുള്ളി തന്നെ പറയുന്നത് ഞാൻ ദല്ലാൽ നന്ദകുമാറാണ്, എന്നെക്കാൾ വലിയ ദല്ലാളാണ് അനിൽ ആന്റണി എന്നാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ പ്രകീർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഒരു കാലത്ത് വളരെ അടുത്ത ആളായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. ആ ഒരു ബലം വെച്ചിട്ടാണല്ലോ ഈ നന്ദകുമാറിനെ പോലുള്ള ക്രിമിനലുകൾ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്. അതെ, തീർച്ചയായും എല്ലാ പാർട്ടിക്കും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായി എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്ന്. അപ്പോൾ രാഷ്ട്രീയത്തിൽ കോടികളുടെ അഴിമതി അല്ലെങ്കിൽ ഏത് തരത്തിലും അഴിമതി നടത്താൻ കഴിയുന്നതിന് പറ്റിയിട്ടുള്ള ഇടനിലക്കാരെ എപ്പോഴും ഈ ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ദല്ലാൾ എന്ന പദം പോലും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ഒരു രാഷ്ട്രീയ മാന്യതയുള്ള പദമായാണ് ഞാൻ ദല്ലാൽ നന്ദകുമാറാണ് എന്ന് മാധ്യമങ്ങളോടക്കം പറയുമ്പോൾ അയാളുടെ പേരിനൊപ്പം ഈ ദല്ലാൽ എന്നുള്ളത് ഒരു അഭിമാനമായി കാണുന്നു. പണ്ടൊക്കെ നമ്മൾ പല വീടുകളിലും വിവാഹത്തിനൊക്കെ വേണ്ടി മൂന്നാനെ കൊണ്ടുവരും. അതാണ് ഈ ദല്ലാൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കല്യാണം നടത്താൻ രണ്ട് ഫാമിലികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരാൾ, അതിനെ മറ്റൊരു മുഖമാക്കി, അതും കാശ് വാങ്ങിക്കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന ആളെന്നർത്ഥമാണ്. ഈ ദല്ലാൾ എന്ന് പറയുന്ന പദം വളരെ എന്തൊരു മാന്യതയുള്ള പദമായി ദല്ലാൽ നന്ദകുമാർ പദവിയായി മാറ്റി എന്നുള്ളതാണ്. അത് മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നത്, ദല്ലാൽ നന്ദകുമാർ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യത എങ്ങനെയായിരിക്കും? അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ്. ഇപ്പോൾ PJ കുര്യൻ ആണെങ്കിലും AK ആന്റണി ആണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ്. അവർ മറുപടി പറയേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒപ്പം തന്നെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ മത്സരിക്കുന്ന ഇടത്ത് KC വേണുഗോപാൽ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മൗനം പാലിക്കേണ്ടവരാണ്. ഇതിൽ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ആൾ ആന്റണിയാണ്. കാരണം AK ആന്റണിയുടെ മകൻ അന്ന് ഒരു കണക്ക് നോക്കിയാൽ 10 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 38 വയസ്സുള്ള 27 വയസ്സുള്ള മകൻ, ആ മകൻ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് ആയിരുന്നു ആന്റണിയുടേത്. ഒരു പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താനുള്ള ഒരു ഓഫീസ് തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഈ കുട്ടികൾ നമ്മുടെ വീടുകളിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്ന പോലെ അത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്ത ഒരു വകുപ്പാണോ പ്രതിരോധ വകുപ്പെന്ന് ചോദ്യം വരുമ്പോൾ ഈ PJ കുര്യൻ പ്രതിരോധത്തിലാക്കുന്ന AK ആന്റണിയാണ്, അല്ലാതെ അനിൽ ആന്റണി അല്ല. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിനകത്തൊക്കെ പഴയ പല രാഷ്ട്രീയ പരമായിട്ടുള്ള അവരുടെ ശത്രുതകൾ ഇപ്പോഴുമുണ്ട്, അന്നുമുണ്ട് എന്നുള്ളതാണ്. അത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയോടും ഉണ്ടായിരുന്നു. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് അത് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന വന്നു. ഞാനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പരസ്പരമുള്ള വിഭാഗീയത ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള വിഭാഗീയത പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് സമ്മതിക്കുക തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുകയും ഏറ്റുപറച്ചിലാണത്.
അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസും CPM ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ, ഈ സംഘടന തന്നെ വേണുഗോപാൽ ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര വിഷയം സംസാരിക്കേണ്ടി വരുന്നത്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിലെ വോട്ടർമാരുടെ വിഷയമല്ലാതെ സംസാരിക്കേണ്ടി വരുന്നത് പോലും അതുകൊണ്ട്. കാരണം വെച്ചാൽ ഈ സംഘടനയെ ഈ തരത്തിൽ ഒരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംഘടനയെ ഇത്രത്തോളം ദുർബലമാക്കിയതിന് പിന്നിൽ, ഇത്രയും നാമാവശേഷമാക്കിയതിൻ്റെ പിന്നിലെ ഒരു അദൃശ്യ ശക്തി എന്ന് പറയപ്പെടുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിൻ്റെ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നത് 2014 തന്നെ ഇല്ലാതായേനെ. കാരണം ചിലപ്പോൾ ആ പാർട്ടി തന്നെ മാറ്റിയേനെ. ഈ 2004 ഈ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തപ്പെടുന്ന സമയം മുതൽ മണ്ടത്തരം മാത്രം കാണിക്കുന്ന ഒരാൾ, അതാണ് രാഹുൽ ഗാന്ധി. പ്രതീക്ഷ ആൾക്കാർക്ക് ഇങ്ങനെ 2019 വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2019 ആയപ്പോഴത്തേനും അയാൾ അതിനെക്കാട്ടിലും വലിയ മണ്ടത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും മത്സരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ KC വേണുഗോപാലിനെ പോലുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം, അത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് പുറത്തേക്ക് ഈ രാഹുൽ ഗാന്ധി വിടുന്നത്. അതെല്ലാം മണ്ടത്തരമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ തന്ത്രങ്ങളെന്ന് പറയാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിന് നിലനിൽപ്പില്ലാത്ത തരത്തിലേക്ക് ഇത്രയും തകർന്നു പോയത്. അതിനകത്ത് വലിയ മുഖങ്ങളില്ലാതാകുന്നു. ഒരിക്കലും മറ്റുള്ള പാർട്ടികളോട് മത്സരിച്ച് ഇല്ലാതായിത്തീരുന്നു. ആ തരത്തിലേക്ക് തരംതാണ് പോകുന്നതിന് പിന്നിൽ ഇവരുടെ വലിയ അഴിമതി കഥയോടി നാഷണൽ ഹെറാൾഡ് കേസിന്റെ സ്വത്ത് കണ്ടെടുത്ത EDയുടെ നടപടി അത് അതോറിറ്റി ശരിവെച്ചിട്ടുണ്ട്. അതും ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് AICയുടെ സംഘടനാ സെക്രട്ടറി ആലപ്പുഴയിൽ വന്ന് മത്സരിക്കാൻ വരുന്നത്. ജയിച്ചില്ല എന്നുണ്ടെങ്കിലോ അതിനെക്കാട്ടിലും ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ധാതു വിഭവങ്ങൾ, കരിമണലും ധാതു വിഭവങ്ങളും ഒക്കെ കൊള്ളയടിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുണ്ട്. തന്റെ തെളിവുകളുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. പിന്നെ KC വേണുഗോപാൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ വക്കീൽ നോട്ടീസിൽ ക്ഷമ പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, ഞാൻ ക്ഷമ പറയില്ല, ആവശ്യമായ തെളിവുകൾ ആവശ്യമായ സമയത്ത് കോടതിയിലേക്ക് കൊടുക്കുമെന്നാണ്. ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ കൃത്യമായി, വളരെ അഗ്രസീവായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ കൂടി മറ്റൊന്നും ചിന്തിക്കാതെ വരുന്ന ആരോപണങ്ങൾക്ക്, പ്രത്യാരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ യാത്ര ആലപ്പുഴയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ രണ്ട് പാർട്ടികളിലും, LDFിലാണെങ്കിലും UDFിലാണെങ്കിലും, ആ KC വേണുഗോപാലിനും AM ആരിഫിനും ജയിക്കുവാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ വിരളമാണിപ്പോൾ. എന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വരവ് അതിന് തടസ്സമായിരിക്കും, ഇവരുടെ വിജയത്തിന് തടസ്സമായിരിക്കാം. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രതിച്ഛായ കുറച്ചുകൂടി കൂടുതലുണ്ട്. കാരണം അവരുടെ ഇമേജ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ രഹസ്യമില്ലാതെ തുറന്നു പറഞ്ഞുകൊണ്ട് അതാണ് ശോഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശോഭയുടെ സാധ്യതകളാണ് കൂടുതലായിട്ട് ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. വിജയത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എങ്കിൽ കൂടി, പക്ഷേ മറ്റു രണ്ടുപേർക്കും വിജയിക്കാൻ കഴിയാത്ത വണ്ണമുള്ള പരാജയം ഉണ്ടാക്കിയെടുക്കാൻ ശോഭയ്ക്ക് കഴിയും. ആ പരാജയങ്ങൾ സമ്പൂർണ്ണമാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അങ്ങനെ ആലപ്പുഴ എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ള ഒരു മണ്ഡലത്തിൽ നടക്കാത്ത അത്ഭുതം അതെ, ആലപ്പുഴയുടെ മോടി കൂട്ടിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാവുകയാണ്. ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം പ്രത്യേക, അതായത് ത്രികോണ മത്സരത്തിലുപരി ശക്തമായ മത്സരം എന്ന അത് കാലാകാലങ്ങളായിട്ട് നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ, അത് പാലക്കാട് മത്സരം, അവരുടെ പേര് എപ്പോഴും വരുന്ന കേട്ടുണ്ട്. അത് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിൽ അങ്ങോളം കേട്ടു. ഇപ്പോൾ ഇത് ലോക്സഭാ മണ്ഡലത്തിൽ ശോഭ വരുമ്പോൾ മുമ്പ് ആറ്റിങ്ങിൽ നിന്ന് മത്സരിച്ച പോലെയല്ല ആലപ്പുഴയിൽ എത്തുമ്പോൾ. ആലപ്പുഴ മത്സരം ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുകയാണ്. നരേന്ദ്രമോദി അടക്കം ഇതിനെ വളരെയധികം കാര്യക്ഷമമായി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശോഭയ്ക്ക് വിജയിക്കുകയാണെങ്കിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, ആലപ്പുഴയിൽ അത്തരത്തിലൊരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന രണ്ട് മല്ലന്മാരെയും മലർത്തിയടിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതമായി ആലപ്പുഴയിൽ സംഭവിക്കാൻ പോകും. കാരണം KC വേണുഗോപാലിനെ പോലൊരു AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും AM ആരിഫിനും പോലുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ഈ പറയുന്ന സിറ്റിംഗ് MPയും ഒക്കെ ആയിട്ടുള്ള ആരിഫിനെയൊക്കെ മലർത്തിയടിച്ച് അവിടെ വിജയിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞാൽ അത് അത്ഭുതമായി. പക്ഷെ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്നുള്ളത് ഈ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അവർ ജനകീയമായിട്ടുണ്ട്. ആലപ്പുഴയിലെ 2 സ്ഥാനാർത്ഥികൾക്കും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ വരവ്. അതവർ അന്വർത്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇപ്പോൾ ഫസ്റ്റ്, അതായത് ആദ്യ ലാപ്പ് ഓടിയെത്തുമ്പോൾ അവർ മുൻപിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന മണ്ഡലങ്ങളിലൊന്നു തന്നെയാണ് ആലപ്പുഴ എന്ന് നമുക്ക് വ്യക്തമായും പറയാൻ കഴിയും.